ഞാൻ വിനോദിനോട് അരവിന്ദിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പെട്ടെന്ന് പറഞ്ഞ പിന്നെ അത് മതി. കക്ഷി ഭയങ്കര പൊസസീവാണ്. അരവിന്ദ് ആരാണെന്നൊക്കെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാറാ. അതാ ഇന്നലെ അങ്ങനെ. ഞാനൊരു കാര്യം ചോദിച്ചാ അന്നത്തെ പോലെ ദേഷ്യം പിടിക്കരുത്. പുള്ളിക്കാരൻ ശകലം സ്ട്രിക്റ്റ് അല്ലേ? കന്നഡ വയ്ക്കാൻ പാടില്ല, ആണുങ്ങളോട് മിണ്ടാൻ പാടില്ല. അഞ്ചാണ് അമ്മയ്ക്കോ ഈ പ്രശ്നങ്ങളൊക്കെ? അമ്മയ്ക്കോ? ഓ, ഇന്നലെ അരവിന്ദ് കണ്ടത് എന്റെ അച്ഛന്റെ ഭാര്യ. എന്റെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയി. സോറി, എനിക്കറിയില്ലായിരുന്നു. That's okay. എന്നാലും അഞ്ജനയ്ക്ക് എന്തെങ്കിലും വിഷമം തോന്നുമ്പോ ശ്രീദേവി മാഡത്തിനോട് ഷെയർ ചെയ്തൂടെ? അമ്മയുടെ സ്ഥാനം തന്നെയല്ലേ? എനിക്കെന്തോ അവരങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ അവരായിട്ട് അത്ര അറ്റാച്ച്ഡ് അല്ല. ഇത് കണ്ടില്ലേ, പറഞ്ഞു പറഞ്ഞ് ചെറിയ കാര്യങ്ങൾ വഷളാക്കുന്നത്. അതിപ്പോ രണ്ട് ഗ്രൂപ്പ്സ് ഇങ്ങനെ ചാനലുകാരോട് പറഞ്ഞിട്ട് എന്തുണ്ടാവാന്? ഇത്രയും നാളായിട്ട് അവർ തമ്മിലൊന്നും സംസാരിച്ചു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ പ്രശ്നം സിമ്പിൾ ആയിട്ട് തീർന്നു. അതെന്താ ഒരു ആക്കിച്ചിരി? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. പറ്റുമോ? എന്ത് പറ്റ്? സപ്പോസ് ഞാൻ ഈ ഫാൻസുകാരും കുടിയന്മാരും തമ്മിലുള്ള പ്രശ്നം സോൾവ് ചെയ്തിട്ട് വരികയാണെങ്കിൽ സമ്മതിച്ചാലും എന്ത് സംസാരിച്ച പ്രശ്നങ്ങൾ തീർക്കാവുന്ന? ഓക്കെ, സമ്മതിച്ചാൽ മാത്രം പോരെ. ശ്രീദേവി മാഡത്തിനോടും വിനോദിനോടും തുറന്ന് സംസാരിക്കും. സംസാരിച്ച് നിങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പൊക്കെ മാറ്റിയെടുക്കും. ഓക്കെ? അപ്പൊ ഇതാണ് ഡെഡ് ലൈൻ. പക്ഷെ അരവിന്ദ് തോറ്റാലോ? തോറ്റാൽ എന്ത് ചെയ്യണം പറഞ്ഞോ? പറയട്ടെ, എനിക്ക് ഭൂമേഷിന്റെ ഫോട്ടോയിൽ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങി തരണം. അയ്യേ, അഞ്ജനയുടെ ടേസ്റ്റ് ഒന്ന് ഇങ്ങനെ. ഭൂമേഷിന് എന്താ കുറവ്? ഭയങ്കര ക്യൂട്ടല്ലേ? ക്യൂട്ട് വാങ്ങാത്തൊലി. എനിക്കെന്താ എന്റെ അഭിപ്രായം പറഞ്ഞൂടെ? അത് ഞാൻ. പക്ഷെ എപ്പോഴും സ്വന്തം അഭിപ്രായം ഇങ്ങനെ തുറന്നു പറയണം, മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് അഞ്ജനയ്ക്ക് കണ്ണാടി വെക്കുന്നല്ലേ കൂടുതൽ ഇഷ്ടം. അപ്പൊ ആ അഭിപ്രായം വിനോദിനോട് തുറന്നു പറഞ്ഞു. ലെൻസ് എടുത്ത് മാറ്റി വെക്കുക, കണ്ണാടി എടുത്ത് മുഖത്ത് വെക്കണം. അതൊക്കെ തീരെ ചെറിയ കാര്യങ്ങളല്ലേ? ചെറുതാന്ന് നമ്മൾ കരുതുന്ന പലതും വലിയ കാര്യങ്ങൾ തന്നെ. വാ, ഞാൻ കാണിച്ചു തരാം. വാന്ന്. അങ്ങോട്ടൊന്ന് നോക്കി. ഈ കാണുന്നതാണ് ശരിക്കുള്ള അഞ്ജന. ഓക്കെ, ഇനി ആ കണ്ണാടി നോക്കിച്ചേ. ഇത് ശരിക്കുള്ള അഞ്ജന അല്ലല്ലോ. ഇനി ആ കോട്ടെന്ന് വെച്ചേ. ഈ ഡോക്ടറുടെ കോട്ടും ഭയങ്കര ബോറാണെന്ന് ആരെങ്കിലും പറഞ്ഞു. പിന്നെ ഇതും അഞ്ജന ഇടാതിരിക്കും. ഇനിയൊന്ന് നോക്കിയേ. ഇത് ഉറപ്പായിട്ടും ശരിക്കുള്ള അഞ്ജന അല്ലല്ലോ. എല്ലാ മനുഷ്യർക്കും അവർക്ക് മാത്രമുള്ള ചില പ്രത്യേകതകളുണ്ട്. അതൊക്കെയാ നമ്മളാക്കുന്നത്. അതില്ലാതാകുമ്പോൾ നമ്മൾ മറ്റാരും ആയി പോകും. അഞ്ജനായിട്ടിരിക്കുന്ന കാണാനല്ല.